ഹലോ ഓൾ, നമ്മൾ നോക്കാൻ പോകുന്നത് സാമുവൽ ടീലർ കോൾറിഡ്ജ് എഴുതിയിട്ടുള്ള ബയോഗ്രഫിയ ലിറ്റററിയുടെ 14ാമത്തെ ചാപ്റ്ററിനെ പറ്റിയിട്ടാണ്. ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കോൾറിഡ്ജുമായിട്ടും അതോടൊപ്പം തന്നെ ബയോഗ്രഫിയ ലിറ്റററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. കോൾറിഡ്ജ് ജനിച്ചത് 1772 പോയറ്റ്, ക്രിറ്റിക്, മെറ്റഫിസീഷ്യൻ, ഫിലോസഫർ, സൈക്കോളജിസ്റ്റ്, എസ്തറ്റീഷ്യൻ എന്നീ നിലകളിൽ എക്സൽ ആയിട്ടുള്ള എല്ലാ കാലത്തെയും സിമിലർ ഫിഗേഴ്സിൽ ഒരാളാണ് കോൾറിഡ്ജ്. സെയിൻസ്ബറിയും ഏലിയറ്റും കോൾറിഡ്ജിനെ ഗ്രേറ്റസ്റ്റ് ലിറ്റററി ക്രിറ്റിക് എന്ന് ഹെയിൽ ചെയ്തിട്ടുണ്ട്. ഇമേജിസം, എക്സിസ്റ്റൻഷ്യലിസം എന്നീ മോഡേൺ സ്കൂൾസിൻ്റെ ഫോറിനറായിട്ടും ഇദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഐ. എ. റിച്ചാർഡ്സ് ഇദ്ദേഹത്തെ ഫൗണ്ടിങ് ഫാദർ ഓഫ് ഓൾ മോഡേൺ ക്രിറ്റിസിസം എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. ബയോഗ്രഫിയ ലിറ്റററിയ 1815 എഴുതിയിട്ടുള്ളത്. പക്ഷെ പബ്ലിഷ് ചെയ്യുന്നത് 1817. ലിറിക്കൽ ബാലഡ്സിൻ്റെ പ്രിഫസിന് എതിരായിട്ട് ഒരുപാട് ഒബ്ജക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് അറ്റാക്ക് നേരിട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനെതിരായിട്ടുള്ള ഒരു സമ്മറി അറ്റംപ്റ്റാണ് അദ്ദേഹം ഈ ബയോഗ്രഫിയ ലിറ്റററിയിൽ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇൻ്റലക്ച്വൽ ഓട്ടോബയോഗ്രഫിയും ഫിലോസഫിയും ലിറ്റററി തിയറിയും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള വർക്കാണിത്. ഈ വർക്കിൻ്റെ ഇൻസൈറ്റിനെയും ഒറിജിനാലിറ്റിനെയും പല ക്രിറ്റിക്സും പ്രൈസ് ചെയ്യുകയും ഫിലോസഫിക്കൽ ഫൗണ്ടേഷനിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ലിറ്റററി ക്രിറ്റിസിസം എഴുതിയ ആദ്യ ഇംഗ്ലീഷ് ക്രിറ്റിക്കായിട്ടുമാണ് കോൾറിഡ്ജിനെ കൺസിഡർ ചെയ്യുന്നത്. പോയത്തിൻ്റെ ഓർഗാനിക് സ്ട്രക്ചറിനെ പറ്റിയിട്ടും യൂണിറ്റി ഓഫ് ബീയിങ് അഥവാ കംപ്ലീറ്റ്നെസ്സിനെ പറ്റിയിട്ടും ഇമാജിനേഷനും ഫാൻസിയും തമ്മിലുള്ള വ്യത്യാസത്തിനെ എടുത്തു കാണിച്ചിട്ടുള്ള, മാത്രമല്ല ഇമാജിനേഷനെ തന്നെ പ്രൈമറി ഇമാജിനേഷൻ, സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് വീണ്ടും തിരിച്ചിരിക്കുന്നത്, പോയറ്റിക് ഡിക്ഷനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തിയറി, സിമ്പിൾസും അൽഗറീനെയും പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിമാർക്സ് എല്ലാം തന്നെ നമുക്ക് ബയോഗ്രഫിയ ലിറ്റററിയിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നും റെലവൻറ്റും റെസ്പെക്റ്റും അർഹിക്കുന്ന ഒരു വർക്കാണ് ബയോഗ്രഫിയ ലിറ്റററിയ. ഈ വർക്കിൻ്റെ ആദ്യ ഹാഫ് മെറ്റഫിസിക്കലും സെക്കൻഡ് ഹാഫ് ക്രിറ്റിക്കലും അതോടൊപ്പം തന്നെ ഓട്ടോബയോഗ്രഫിക്കലും ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ചാപ്റ്റർ 14 പറ്റിയിട്ട് നോക്കാം. 1798 വേർഡ്സ്വർത്തിൻ്റെയും കോൾറിഡ്ജിൻ്റെയും പോയിംസിൻ്റെ കളക്ഷനായിട്ടുള്ള ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒറിജിനെ പറ്റിയിട്ടും അതോടൊപ്പം തന്നെ 1800 ഈ ലിറിക്കൽ ബാലഡ്സിന് ഒരു പ്രെഫിസ് വേർഡ്സ്വർത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഒരുപാട് കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അക്കൗണ്ട് തന്നുകൊണ്ടാണ് ഇവിടെ ഈ ചാപ്റ്റർ ബിഗിൻ ചെയ്യുന്നത്. ലിറിക്കൽ ബാലഡ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേർഡ്സ്വർത്തിൻ്റെയും കോൾറിഡ്ജിൻ്റെയും പോയിംസിൻ്റെ കളക്ഷനാണ് കാണാനായിട്ട് സാധിക്കുക. സോ അത് എഴുതാനുള്ള അവരുടെ പ്ലാനും എയിമും എന്തായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. സോ അവരെ സംബന്ധിച്ച് പോയിട്രിക്ക് 2 കാർഡിനൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണുള്ളത്. അവ എന്താണെന്ന് വെച്ചാൽ, ഒന്നെന്ന് പറയുന്നത് നേച്ചറിൻ്റെ ട്രൂത്തുമായിട്ട് അഡ്ഹിയർ ചെയ്തിട്ട് റീഡേഴ്സിൽ സിമ്പതി എക്സൈറ്റ് ചെയ്യുക എന്നുള്ള പവറാണ്. രണ്ടാമത്തെ ഇമാജിനേഷൻ്റെ കളേഴ്സിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് നോവൽറ്റി അഥവാ പുതുമയുടെ ഒരു ഇൻട്രസ്റ്റ് തരാനുള്ള പവറുമാണ് പോയിട്രിക്കുള്ളത് എന്നാണ് ഇവരുടെ അഭിപ്രായത്തിൽ പറയുന്നത്. അവരുടെ അഭിപ്രായത്തിലുള്ള അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച പോയിട്രിയുടെ ഈ 2 കാർഡിനൽ പോയിൻറ്റ്സിനെ യൂസ് ചെയ്തുകൊണ്ട് അവർ 2 സെറ്റ് പോയം എഴുതാനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് വേർഡ്സ്വർത്തും കോൾറിഡ്ജും കൂടി ചേർന്നിട്ട്. അങ്ങനെ ഒന്നാമത്തെ സെറ്റിൽ പോയംസിന് യൂസ് ചെയ്യുന്ന ഏജൻസും ഇൻസിഡൻസും സൂപ്പർ നാച്ചുറൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സെറ്റിൽ ഓർഡിനറി ലൈഫിൽ നിന്നും സബ്ജക്റ്റിനെ ചൂസ് ചെയ്തിട്ടുള്ള പോയംസാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവയ്ക്ക് ഒരു നോവൽറ്റിയുടെ ചാം ഉണ്ടാവുകയും വേണം. സോ ഫസ്റ്റ് സെറ്റായിട്ടുള്ള സൂപ്പർ നാച്ചുറലിനെ ക്രെഡിബിൾ ആക്കിയിട്ടുള്ള പോയിംസാണ് കോൾറിഡ്ജ് എഴുതുന്നത്. എന്നുവെച്ചാൽ റീഡർക്ക് വായിക്കുമ്പം അത് ഫിക്ഷനാണെന്ന് അറിയാമെങ്കിലും വായിക്കുന്ന ടൈമിലെങ്കിലും തൻ്റെ ഡിസ്ബിലീഫിനെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനായിട്ട് ശ്രമിക്കും എന്നാണ് ഇവിടെ കോൾറിഡ്ജ് പറയുന്നത്. അതായത് പോയം എൻജോയ് ചെയ്യാനായിട്ട് ഒരു റീഡർ തൽക്കാലത്തേക്ക് ട്രൂ അല്ലാത്ത ഒന്നിൽ വിശ്വസിക്കുകയാണ്. മാത്രമല്ല തൻ്റെ ജഡ്ജ്മെൻറ്റിനെയും അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിനെയും എല്ലാം വായിക്കുന്ന ടൈം വരെയും, അതായത് വായിച്ച് തീരുന്നത് വരെയും സ്ലീപ്പിലേക്ക് അയക്കുന്നുവെന്നും പറയുന്നു. സെക്കൻഡ് സെറ്റിൽ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളിൽ പുതുമയുടെ ചാം കൊണ്ടുവരാനും കസ്റ്റംസിൻ്റെ ലെത്തജിയിൽ അഥവാ കസ്റ്റംസിനാൽ അലസമായിരിക്കുന്ന മൈൻഡിനെ അവേക്കൻ ചെയ്തിട്ട് സൂപ്പർ നാച്ചുറൽ സബ്ജക്റ്റിന് പാരലായിട്ടുള്ള ഫീലിങ്സ് എക്സൈറ്റ് ചെയ്തിട്ട് നമ്മളെ ലവ്ലിനെസ്സിലേക്കും ഈ വേൾഡിന് മുന്നിലുള്ള വണ്ടേഴ്സിലേക്കും ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ടാസ്ക്കാണ് വേർഡ്സ്വർത്തിനുള്ളത്. ഇനി 1800 ലിറിക്കൽ ബാലഡ്സിൻ്റെ സെക്കൻഡ് എഡിഷനിൽ വേർഡ്സ്വർത്ത് എഴുതിയ പ്രെഫിസിനെ പറ്റിയിട്ട് കോൾറിഡ്ജിന് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. കോൾറിഡ്ജ് വേർഡ്സ്വർത്തിൻ്റെ പോയിറ്റിക് റെപ്യൂട്ടേഷനെ സപ്പോർട്ട് ചെയ്യുകയും ബൾക്കായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ലിറിക്കൽ ബാലഡ്സിൽ വേർഡ്സ്വർത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ പ്രെഫിസ് ആഡ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ റൈറ്റിനെയും ഇവിടെ കോൾറിഡ്ജ് അസേർട്ട് ചെയ്യുന്നുണ്ട്. പ്രെഫിസിൽ വേർഡ്സ്വർത്ത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്ന റിയൽ ലൈഫിലെ ലാംഗ്വേജ് അഥവാ കൊളോക്കിയൽ സ്റ്റൈൽ യൂസ് ചെയ്യണമെന്ന ഇൻസിസ്റ്റൻസിന് ഒരുപാട് കോൺട്രവേഴ്സീസും അല്ലെങ്കിൽ ക്രിറ്റിസിസവും എല്ലാം വേർഡ്സ്വർത്തിനെതിരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ കോൾറിഡ്ജ് വേർഡ്സ്വർത്തിൻ്റെ ഗ്രേറ്റ്നെസ്സിനെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീനിയസിനെയും ഫുൾ ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെ ഗ്രേറ്റ്നെസ് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വേർഡ്സ്വർത്തിൻ്റെ പോപ്പുലാരിറ്റി കൂടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹാർഷും ബിറ്ററുമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന എല്ലാ ഡിസ്ട്രാക്ടേഴ്സിനെയും ഡിനൗൺസ് ചെയ്യാനും എല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും തൻ്റെ കൊളാബറേറ്റർ ആയിട്ടുള്ള വേർഡ്സ്വർത്തിൻ്റെ പല വ്യൂസിനോടും ഇവിടെ കോൾറിഡ്ജ് എഗ്രി ചെയ്യുന്നില്ല. വേർഡ്സ്വർത്ത് പോയട്രിയുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള പല തിയറീസുമായിട്ട് താൻ എഗ്രി ചെയ്യുന്നില്ല എന്നും അദ്ദേഹം അസേർട്ട് ചെയ്തിട്ടുള്ള പല പ്രിൻസിപ്പിളും എററാണ് എന്നും സെയിം പ്രൊഫിസിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നും ഇവിടെ കോൾറിഡ്ജ് പറയുന്നുണ്ട്. വേർഡ്സ്വർത്ത് തൻ്റെ കൊളാബറേറ്റർ ആയതും പ്രൊഫിസ് എന്ന ഐഡിയയുടെ ഹാഫ് റേറ്റ് തൻ്റെയും ആയതുകൊണ്ട് തന്നെ വേർഡ്സ്വർത്തുമായിട്ട് ഏതെല്ലാം കാര്യത്തിൽ ഞാൻ കോയിൻസൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെല്ലാം കാര്യത്തിൽ ഞാൻ ഡിഫർ ചെയ്യുന്നു എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് നെസസറി ആയിട്ടുള്ള കാര്യമാണെന്നാണ് കോൾറിഡ്ജ് പറയുന്നത്. ഇനി നമുക്ക് പ്രോസും പോയവും പോയട്രിയും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ എന്താണെന്ന് കോൾറിഡ്ജ് പറയുന്നത് നോക്കാം. പോയവും പോയട്രിയുമായിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ കോൾറിഡ്ജ് ഫിലോസോഫിക്കൽ ഇൻക്വയറിയുടെ ബേസിലാണ് പ്രപ്പോസ് ചെയ്യുന്നത്. അതായത് ആദ്യം അവയെ റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള പാർട്ടാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കുകയും പിന്നീട് ഒറിജിനൽ യൂണിറ്റിയിലേക്ക് റിസ്റ്റോർ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ പോയവും പോയട്രിയും തമ്മിൽ കോൾറിഡ്ജ് നടത്തിയിട്ടുള്ള ഈ ഡിസ്റ്റിങ്ഷൻ ക്ലിയർ അല്ല, അല്ലെങ്കിൽ ഒരു ഒബ്വിയസ് ആയിട്ടുള്ള മീനിങ് കൊണ്ടുവന്നിട്ടില്ല. നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ അവസാനം വീണ്ടും നമുക്ക് പോയും പോയട്രിയും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് വരും. അത് നമുക്ക് അപ്പം നോക്കാം. ഇപ്പോൾ ഇവിടെ പറയുന്നത് പോയത്തിൻ്റെയും പ്രോസിൻ്റെയും ഡിഫറൻസ് അപ്പോൾ എവിടെയാണ് ലൈ ചെയ്യുന്നത് എന്നാണ്. പോയത്തിലായാലും പ്രോസിലായാലും നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനെ തന്നെയാണ്, വേർഡ്സിനെ തന്നെയാണ്. സോ മീഡിയത്തിലല്ല അവിടെ പ്രശ്നം. അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അവയിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവയിൽ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് വഴി ഉണ്ടാകുന്നതും വേർഡ്സിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷനുമാണ് ഈ ഡിഫറൻസിന് കാരണമാവുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു പ്രോസ് വർക്കിലുള്ള പോലെയല്ല പോയത്തിലുള്ള വേർഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, അല്ലേ? അത് രണ്ടും വ്യത്യസ്തമാണ്. സോ ഒരു പോയം വേർഡ്സിനെ ഡിഫറെൻ്റ് ആയിട്ട് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഡിഫറെൻ്റ് ആയതിനെയാണ് പോയം സീക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇവിടെ കോൾറിഡ്ജ് പറഞ്ഞു തരുന്നു. ചില ഫാക്ട്സിനെ റീകളക്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ മെമ്മറീനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നതാണ് ഒരു പോയിറ്റിൻ്റെ എയിം എന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും പോയംസൊക്കെ ഒന്ന് മനസ്സിലാലോചിക്കുക. ഇപ്പോഴും നമുക്കത് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു ലക്ഷ്യമാണ് എന്നുണ്ടെങ്കിൽ മീറ്ററിൻ്റെ ഹെൽപ്പോടുകൂടി വേർഡ്സിൽ ചില ആർട്ടിഫിഷ്യൽ അറേഞ്ച്മെൻറ്റ് നടത്താം എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു കോമ്പോസിഷൻ ഒരു പോയമായിട്ട് മാറും. കാരണം മീറ്ററും റൈമും യൂസ് ചെയ്തിട്ട് പ്രോസ് കോമ്പോസിഷനിൽ നിന്നും അവ വ്യത്യസ്തമായി എന്ന് പറയുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് 30 days ഹാത്ത് സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രോസിൻ്റെ ഒരു ഭാഗത്തിൽ നമുക്ക് റൈമോ മീറ്ററോ ആഡ് ചെയ്തുകൊണ്ട് അതിനൊരു പോയം ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ സിമ്പിളായിട്ട് തന്നെ പറയാം, ഒരിക്കലുമില്ല, അല്ലേ? അതായത് നമ്മളിപ്പം പറഞ്ഞ ഈ 2 ലൈൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ആ ഒരു കണ്ടൻറ്റിൻ്റെ നേച്ചറിൽ നിന്നും എറൈസ്ഡ് ആയതല്ല ഈ മീറ്ററും റൈമും എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു മെമ്മറൈസബിൾ ആക്കുക എന്നൊരു പേർപ്പസിന് വേണ്ടി മാത്രം ആ ഒരു പ്രോസ് വർക്കിൽ ഈ മീറ്ററിനെ റൈമിനെ ഇമ്പോസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ പോയിട്രിയുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എയിം എന്നത് പ്ലഷർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ മെട്രിക്കലി കമ്പോസ് ചെയ്യാത്ത അഥവാ മീറ്റർ യൂസ് ചെയ്യാത്ത വർക്ക്സിൻ്റെ ഇമ്മീഡിയറ്റ് ഒബ്ജക്റ്റിനും പ്ലഷർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതിന് ഉദാഹരണം ആരാണെന്ന് വെച്ചാൽ നോവൽസ് തന്നെയാണ്. നോവൽസിന് പ്ലഷർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റുന്ന സ്ഥിതിക്ക് നമുക്ക് അതിനെ മീറ്റർ ആഡ് ചെയ്തിട്ടോ അല്ലാതെയോ അതിനൊരു പോയാക്കിയിട്ട് മാറ്റാൻ പറ്റുമോ എന്നാണ് ഇവിടെ കോൾറിഡ്ജ് ചോദിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത് മീറ്ററിനെ സൂപ്പർ ആഡ് ചെയ്യുന്നതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ഏത് കോമ്പോസിഷനിലാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് ആ കോമ്പോസിഷൻ്റെ മറ്റുള്ള പാർട്സ് എല്ലാം തന്നെ മീറ്ററുമായിട്ട് ഒരു ഹാർമണിയിൽ അല്ലെങ്കിൽ ഒരു കോൺസണൻസിൽ ആവണം എന്നുള്ളതാണ്. അതായത് മീറ്റർ, റൈം, ഡിക്ഷൻ, തീം ഇങ്ങനെയുള്ള ഒരു കോമ്പോസിഷൻ്റെ എല്ലാ പാർട്ടും ആ കോമ്പോസിഷൻ്റെ ഹോൾനെസ്സുമായിട്ടൊരു ഹാർമണിയിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് പോയം എന്നൊരു നെയിം അതിന് ഡിസേർവ് ആകുക എന്നാണ് ഇവിടെ കോൾറിഡ്ജ് പറയുന്നത്. സോ ഒരു പോയം എന്നതിൻ്റെ ഡെഫിനിഷൻ എന്നത് ഇമ്മീഡിയറ്റ് എൻഡിലെ പ്ലഷർ പ്രപ്പോസ് ചെയ്യുന്ന കോമ്പോസിഷൻ എന്നും ആ കോമ്പോസിഷൻ നോവൽസിൽ നിന്നും അതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള കോമ്പോസിഷനിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കണം എന്നുമാണ്. സോ നമ്മളിപ്പം ഒരു പോയം വായിക്കുമ്പം അതിൻ്റെ ഒരു ഹോൾനെസ്സിൽ നിന്നും ലഭിക്കുന്ന പ്ലഷർ എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ പാർട്ടിൽ നിന്നും ലഭിക്കുന്ന പ്ലഷറിന് ഒരുപോലെ ആവണം എന്നാണ് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പോയം എന്നതൊരു ഓർഗാനിക് യൂണിറ്റി ആണെന്നും അവയുടെ ഓരോ പാർട്സും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണെന്നും പറയുന്നു. അതിൽ നിന്നിപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഓർഗാനിക് യൂണിറ്റി ഒരു പോയത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ ആ പോയം നമ്മളുടെ പ്ലഷർ ചെയ്യിപ്പിക്കില്ല. സോ പോയത്തിൻ്റെ ഓരോ പാർട്ടും മ്യൂച്വലി സപ്പോർട്ടും എക്സ്പ്ലെയിനും അതോടൊപ്പം തന്നെ ഹാർമണിയിലും ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ റൈമും അതോടൊപ്പം തന്നെ മീറ്ററും എന്ന് പറയുന്നതെല്ലാം ടോട്ടൽ വർക്കിനൊരു ഓർഗാനിക് റിലേഷനാണ് നൽകുന്നത്.
അതോടൊപ്പം തന്നെ കോൾറിഡ്ജ് ഇവിടെ ഒരു പസ്ലിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയവും പോയിട്രിയും തമ്മിൽ ഒരു ക്ലിയർ അല്ലാത്ത ഡിസ്റ്റിങ്ഷനാണ് കോൾറിഡ്ജ് ഇവിടെ ഉണ്ടാക്കണതെന്ന്. അപ്പോൾ അദ്ദേഹം എന്താണ് പോയിട്രീനെ പറ്റി പറയണതെന്ന് നോക്കാം. ഹയസ്റ്റ് കൈൻഡ് ഓഫ് പോയിട്രി മീറ്റർ ഇല്ലാതെ തന്നെ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് പ്ലേറ്റോയുടെയും ബിഷപ്പ് ടെയ്ലറിൻ്റെയും റൈറ്റിങ്സിനെ അദ്ദേഹം സൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മീറ്റർ പോയിട്രിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് കോൾറിഡ്ജ് കാണുന്നില്ല. മീറ്റർ ഇല്ലാതെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് കൈൻഡാണ് പോയിട്രി എന്ന് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പോയിട്രിക്ക് മീറ്റർ യൂസ്ഫുള്ളും നെസസറിയുമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും പോയിട്രിയിൽ മീറ്ററും റൈമും യൂസ് ചെയ്യുന്നതിന് അദ്ദേഹം എതിരാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനിൽ പോയത്തിനേക്കാൾ വൈഡർ ആയിട്ടുള്ള ആക്ടിവിറ്റിയും വൈഡർ ആയിട്ടുള്ള ടേമുമാണ് പോയിട്രി എന്നത്. പോയിറ്റിൻ്റെ മൈൻഡിൻ്റെ ആക്ടിവിറ്റിയാണ് പോയിട്രി എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ പോയം എന്നത് ഈ ആക്ടിവിറ്റിയുടെ എക്സ്പ്രഷൻ്റെ മിയർ ഫോം മാത്രമാണെന്നും അദ്ദേഹം ഇവിടെ ക്ലിയർ ആക്കുന്നുണ്ട്. പോയിറ്റിക് ക്രിയേറ്റിവിറ്റി എന്നത് ബേസിക്കലി ഇമാജിനേഷൻ്റെ ആക്ടിവിറ്റിയാണ്. സോ പോയിട്രി എന്ന ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ ഏതൊരു ക്രിയേറ്റീവ് ആർട്ടിനും അല്ലെങ്കിൽ ഫിലോസഫേഴ്സിനും പോയിറ്റ്സിനും പെയിൻറ്റേഴ്സിനും എൻഗേജ്ഡ് ആവാനായിട്ട് സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. സോ ഇവിടെ എന്താണ് പോയിട്രി എന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് പകരമായിട്ട് അല്ലെങ്കിൽ ആ ചോദ്യത്തിന് പകരമായിട്ട് എന്താണോ പോയിറ്റ് അത് തന്നെയാണ് പോയിട്രി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ പോയിറ്റ് എന്നതിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് ഇമാജിനേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ്. അതായത് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത് ഇമാജിനേഷനാണ് പോയിട്രിയുടെ സോൾ എന്നാണ്. സോ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് പോയവും പോയിട്രിയുമായിട്ടൊരു ക്ലിയർ ഡിസ്റ്റിങ്ഷൻ കോൾറിഡ്ജ് കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവന്നത് ക്ലിയർനെസ്സിനല്ല, മറിച്ച് പോയിട്രി എന്ന വേർഡ് കൊണ്ട് അദ്ദേഹം എല്ലാ തരത്തിലുമുള്ള ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീനെയും, ഉദാഹരണമായിട്ട് പെയിൻറ്റിങ്, സ്കൾപ്ചർ, ആർക്കിടെക്ചർ എന്നിവയെല്ലാം ഉദ്ദേശിക്കാനാണ്. സോ പോയിട്രി എന്നത് എല്ലാ ഫൈൻ ആർട്സിനെയും മീൻ ചെയ്യുന്ന വൈഡ് ആയിട്ടുള്ള സെൻസ് ആണുള്ളത് എന്ന് അർത്ഥമാക്കുന്നു. സോ ഈ ഒരു സെൻസിൽ മാത്രമാണ് പോയവും പോയിട്രിയും തമ്മിൽ അദ്ദേഹം ഒരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരുന്നത്. നമുക്കിനി കോൾറിഡ്ജിൻ്റെ തിയറി ഓഫ് ഇമാജിനേഷനെ പറ്റി നോക്കാം. ഇമാജിനേഷൻ്റെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡിസ്കഷൻസ് നേരത്തെ നടത്തിയിട്ടുണ്ടെങ്കിലും കോൾറിഡ്ജിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവ വെറും സൂപ്പർഫിഷ്യലും ചൈൽഡിഷും മാത്രമാണ്. ഇമാജിനേഷനെയും ഫാൻസിയെയും അതോടൊപ്പം തന്നെ ഇമാജിനേഷൻ തന്നെ പ്രൈമറി, സെക്കൻഡറി ഇമാജിനേഷൻ എന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ള ആദ്യ ക്രിട്ടിക്കാണ് കോൾറിഡ്ജ്. തിയറിയിലൂടെ ആർട്ടിസ്റ്റിക് ഇമിറ്റേഷൻ എന്ന കോൺസെപ്റ്റിനെ തന്നെ അദ്ദേഹം റെവല്യൂഷനൈസ്ഡ് ആക്കുകയാണ് ചെയ്തത്. പോയിറ്റിക് ഇമിറ്റേഷൻ എന്നത് നേച്ചറിൻ്റെ വെറും കോപ്പി അല്ല, അല്ലെങ്കിൽ ഇമിറ്റേഷൻ അല്ല, മറിച്ച് ക്രിയേഷൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്രിയേഷൻ എന്നത് എക്സ്റ്റേണൽ വേൾഡിൽ നിന്നും ലഭിക്കുന്ന സെൻസേഷനെയും ഇംപ്രഷനെയും ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെയുള്ള ഇംപ്രഷനെ പോയിറ്റിൻ്റെ ഇമാജിനേഷനാൽ ഷെയ്പ്പ് ചെയ്ത്, ഓർഡർ ചെയ്ത്, മോഡിഫൈ ചെയ്ത് ഓപ്പോസിറ്റ്സിനെ റീകൺസൈൽ ചെയ്തിട്ടാണ് പോയിറ്റിക് ക്രിയേഷൻ നടക്കുന്നത്. ഇമാജിനേഷനെ അദ്ദേഹം രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്, പ്രൈമറി ഇമാജിനേഷൻ എന്നും സെക്കൻഡറി ഇമാജിനേഷൻ എന്നും. അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രൈമറി ഇമാജിനേഷൻ എന്നത് ദ ലിവിങ് പവർ ആൻഡ് പ്രൈം ഏജൻറ്റ് ഓഫ് ഓൾ ഹ്യൂമൻ പെർസെപ്ഷൻ എന്നാണ്. എക്സ്റ്റേണൽ വേൾഡിലുള്ള സെൻസേഷനെയും ഇംപ്രഷനെയും നമ്മുടെ സെൻസിലൂടെ പെർസീവ് ചെയ്യുകയാണ് പ്രൈമറി ഇമാജിനേഷൻ ചെയ്യുന്നത്. ഇത് ഹ്യൂമൻ മൈൻഡിൻ്റെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്റ്റാണ്. അതായത് അൺകോൺഷ്യസ് ആയിട്ടും ഇൻവോളണ്ടറി ആയിട്ടുമാണ് ഇവ നമ്മുടെ മൈൻഡിൽ ഇമേജായിട്ട് ഫോം ആവുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറി ഇമാജിനേഷൻ എന്നത് എല്ലാ മനുഷ്യരും പൊസസ് ചെയ്യുന്നതാണ്, അഥവാ യൂണിവേഴ്സലാണ്. സെക്കൻഡറി ഇമാജിനേഷൻ എന്നത് പോയിറ്റിക് വിഷനാണ്. ഐഡിയലൈസ് അഥവാ റൊമാൻറ്റിസൈസ് ചെയ്യാനുള്ള, യൂണിഫൈ ചെയ്യാനുള്ള പോയിറ്റിൻ്റെ പവറാണിത്. മാത്രമല്ല പ്രൈമറി ഇമാജിനേഷൻ്റെ എക്കോ ആയിട്ടാണ് സെക്കൻഡറി ഇമാജിനേഷനെ കണക്കാക്കുന്നത്. പക്ഷേ ഇവ പ്രൈമറി ഇമാജിനേഷനെ പോലെയല്ല, സെക്കൻഡറി ഇമാജിനേഷൻ കോൺഷ്യസ് ആണ്. പ്രൈമറി ഇമാജിനേഷൻ പെർസീവ് ചെയ്ത സെൻസേഷൻ്റെയും ഇംപ്രഷൻ്റെയും റോ മെറ്റീരിയൽസിലാണ് ഇവിടെ സെക്കൻഡറി ഇമാജിനേഷൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി ഇമാജിനേഷനാണ് എല്ലാ ആർട്ടിസ്റ്റിക് ക്രിയേഷനെയും പോസിബിൾ ആക്കുന്നതും എല്ലാ പോയിറ്റിക് ആക്ടിവിറ്റിയുടെയും റൂട്ട് എന്ന് പറയുന്നതും. ഹ്യൂമൻ സോളിൻ്റെ വില്ലും ഇമോഷനും ഇൻ്റലക്റ്റും പെർസെപ്ഷനുമായിട്ട് ഫ്യൂസ് ആവുന്നത് കൊണ്ട് തന്നെ സെക്കൻഡറി ഇമാജിനേഷനെ മാജിക്കൽ പവർ ആണെന്നാണ് കോൾറിഡ്ജ് വിളിക്കുന്നത്. സോ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ടൈപ്പിൽ വ്യത്യാസമില്ലെങ്കിലും സെക്കൻഡറിയാണ് കൂടുതൽ ആക്റ്റീവും കൂടുതൽ കോൺഷ്യസും. പ്രൈമറി ഇമാജിനേഷൻ യൂണിവേഴ്സൽ ആണ്, പക്ഷേ സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് മാത്രം എൻജോയ് ചെയ്യുന്ന പ്രിവിലേജ് ആണ്. ഫാൻസിയെ പറ്റി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചാപ്റ്റർ 13 പറഞ്ഞിട്ടുള്ളത് ഫാൻസി ഡീൽ ചെയ്യുന്നത് ഫിക്സിറ്റീസിനെയും ഡെഫിനിറ്റീവ്സിനെയും ആണെന്നാണ്. അതായത് മെറ്റീരിയൽ വേൾഡിനുള്ളിൽ മാത്രം ഫിക്സഡ് ആണ് ഫാൻസി എന്നത്, ഇതിനുള്ളിൽ മാത്രം അവ റോം ചെയ്യും. സോ ഇതൊരു മെമ്മറിയുടെ ടൈപ്പ് മാത്രമാണ്.
മാത്രമല്ല ഫാൻസി എന്നത് മെക്കാനിക്കലാണ്, അഥവാ അൺകോൺഷ്യസും ഇൻവോളണ്ടറിയുമാണ് ഫാൻസി എന്നത്. സോ ഫാൻസി ഇമാജിനേഷന് ഇൻഫീരിയർ ആയിട്ടാണ് കണക്കാക്കുന്നത്. മാത്രമല്ല ഇതൊരു ക്രിയേറ്റീവ് പവർ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പെർസീവ് ചെയ്യുന്ന തിങ്സിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സ് ആയിട്ടാണ് ഇവ കമ്പൈൻ ചെയ്യുന്നത്. അല്ലാതെ ഇമാജിനേഷനെ പോലെ അവയെ ഒരുമിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവ യൂണിഫയിങ് പവറും അല്ല. സോ എത്രയൊക്കെ റിയാക്ഷൻസ് ബയോഗ്രഫിയ ലിറ്റററിക്കെതിരെ വന്നിട്ടുണ്ടെങ്കിലും ഒരു സെക്കൻഡ് തോട്ട് പോലും ഇല്ലാതെയാണ് കോൾറിഡ്ജ് തൻ്റെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇമാജിനേഷൻ്റെ നേച്ചറിനെ പറ്റിയിട്ടും ക്രിയേറ്റീവ് ആക്ടിവിറ്റിയിൽ ഇമാജിനേഷൻ്റെ റോളിനെ പറ്റിയിട്ടും സ്റ്റഡി ചെയ്തിട്ടുള്ള ആദ്യ ക്രിട്ടിക്കാണ് കോൾറിഡ്ജ്. ഫാൻസിയെയും ഇമാജിനേഷനെയും സിനോണിമസ് ആയിട്ടാണ് പല ക്രിട്ടിക്സും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവയെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തത് കോൾറിഡ്ജ് ആണ്. സോ കൺക്ലൂഡ് ചെയ്യുമ്പം അദ്ദേഹം പറഞ്ഞ വേർഡ്സ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എഴുതിയ കാര്യങ്ങളിൽ എങ്ങനെ ജഡ്ജ്മെൻറ്റ് നടത്താം എന്നതിനുള്ള റൂൾസ് നൽകുന്നതിന് പകരം റൈറ്റിങ്സിൻ്റെ പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്യലാണ് താൻ ഈ ഒരു റൈറ്റിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബയോഗ്രഫിയ ലിറ്റററിയുമായിട്ട് റിലേറ്റ് ചെയ്തു പറയാനുള്ളത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.